നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയുടെ തമ്പനയിൽ കണ്ടിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ആക്കിയത്. അതായത് നിങ്ങളൊരു വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്ന് ചുരുക്കം. വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നവർ വാട്സ്ആപ്പിൽ വന്നിട്ടുള്ള അപ്ഡേറ്റുകളെ കുറിച്ചും വാട്സ്ആപ്പിൽ വരാൻ പോകുന്ന അപ്ഡേറ്റുകളെ കുറിച്ചും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. കാരണം എന്താണെന്ന് അറിയോ, നമുക്ക് ഈ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ തന്നെ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വാട്സ്ആപ്പിൽ ഇപ്പോൾ ഒരുപാട് പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം കഴിയുമ്പോൾ വാട്സ്ആപ്പ് ഓരോ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വാട്സ്ആപ്പിൽ വരാൻ പോകുന്ന ചില അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്തേക്ക് ഞാൻ ഈ പറയുന്ന അപ്ഡേറ്റിൽ ഏതെങ്കിലും ഒക്കെ ഓൾറെഡി വാട്സ്ആപ്പിൽ വന്ന് കാണും. വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ച് കൊടുക്കുക. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സ്ആപ്പ് ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്ന അപ്ഡേറ്റിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് പറയാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഈ വീഡിയോയ്ക്ക് ഒരു 500 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, മറക്കാതെ ഫോളോ ചെയ്തേക്കുക. വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വാട്സ്ആപ്പ് നമ്മുടെ അക്കൗണ്ട് ബാൻ ചെയ്യും. ബാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയൂ, നമ്മൾ വാട്സ്ആപ്പിന്റെ പല പോളിസീസ് ഉണ്ട്. ഈ പോളിസീസ് വയലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വാട്സ്ആപ്പ് നമ്മുടെ അക്കൗണ്ട് നേരെ അങ്ങ് ബാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ വാട്സ്ആപ്പിന്റെ ഈ ബാൻ ചെയ്യുന്ന പോളിസിയിൽ ചില മാറ്റങ്ങൾ ഇപ്പോൾ വാട്സ്ആപ്പ് വരുത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ അക്കൗണ്ട് പെർമനന്റ് ആയിട്ട് ബാൻ ചെയ്യത്തില്ല. അതിന് പകരമായിട്ട് പുതിയൊരു ഫീച്ചർ കൊണ്ടുവരികയാണ്, റെസ്ട്രിക്ഷൻ മോഡ്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള വയലേഷൻ കാണിച്ചു കഴിഞ്ഞാൽ വാട്സ്ആപ്പ് നമ്മുടെ അക്കൗണ്ട് 7 ദിവസത്തേക്കും 14 ദിവസത്തേക്കും 30 ദിവസത്തേക്കൊക്കെ ആയിട്ട് റെസ്ട്രിക്ട് ചെയ്യും. അതായത് നമ്മുടെ വാട്സ്ആപ്പ് അക്കൗണ്ട് ആക്റ്റീവ് ആയിരിക്കും, നമ്മുടെ വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് ഒക്കെ വരും, പക്ഷേ നമുക്കൊരു ന്യൂ ചാറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം വരുന്ന മെസ്സേജുകളൊക്കെ നോക്കിയിരിക്കേണ്ടതായിട്ട് വരും. നമുക്ക് മെസ്സേജുകളൊന്നും അങ്ങോട്ട് അയക്കാനായിട്ട് പറ്റത്തില്ല. ഇതാണ് റെസ്ട്രിക്ഷൻ മോഡ്. അപ്പോൾ ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ നമ്മുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെനാൽറ്റി പീരീഡ് ഉണ്ടല്ലോ, ചിലപ്പം 7 ഡേയ്സോ 14 ഡേയ്സോ ഒക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ മുമ്പ് ഉപയോഗിച്ച പോലെ വാട്സ്ആപ്പ് അക്കൗണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വീണ്ടും വയലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നവരെ വാട്സ്ആപ്പിന്റെ പോളിസീസ് ഒന്നും വയലേറ്റ് ചെയ്യാതെ ശ്രദ്ധിക്കുക. വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. എന്താണ്, നമ്മുടെ അക്കൗണ്ട് റെസ്ട്രിക്റ്റഡ് ആവും. ഇപ്പം റെസ്ട്രിക്ഷൻ മോഡ് വന്നിട്ടില്ല, പക്ഷെങ്കിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും വയലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ബാൻ ആകുകയാണ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഒരു ഫീച്ചറൂടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതാണ്. അടുത്തുള്ള ആളുകളുമായിട്ട് വാട്സപ്പിലൂടെ ഫയൽ ഷെയർ ചെയ്യാനായിട്ട് ഇനി ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല. അതായത് വാട്സപ്പിൽ പുതിയൊരു ഫീച്ചർ വരാനായിട്ട് പോവുകയാണ്, പീപ്പിൾ നിയർ ബൈ എന്ന് പറയുന്ന ഫീച്ചർ. അതായത് നമുക്ക് ഫയൽ ഷെയർ ചെയ്യാനായിട്ട് വാട്സപ്പിൽ ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല. എത്ര വലിയ ഫയലാണെങ്കിലും വാട്സപ്പിലൂടെ പീപ്പിൾ നിയർ ബൈ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഫയൽ ഷെയറിംഗ് ആപ്ലിക്കേഷനുകളൊന്നും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. എല്ലാവരുടെ കയ്യിലും വാട്സപ്പ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ വാട്സപ്പിലൂടെ തന്നെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കും. വാട്സപ്പിന്റെ ഡിസൈനിൽ വരുന്ന മാറ്റങ്ങൾ വല്ലതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 15 വർഷത്തിനിടയ്ക്ക് 4 പ്രാവശ്യം വാട്സപ്പിന്റെ ഡിസൈനിൽ മാറ്റം വന്നിരുന്നു. 2011 വാട്സപ്പ് ഈ ഒരു രൂപത്തിലായിരുന്നു, പിന്നെ 2012 ഈ രൂപത്തിലും, 2020 പിന്നെ വന്ന ചേഞ്ചാണ് ഈ കാണുന്നത്. 2021 ഇപ്പം ഏകദേശം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇന്റർഫേസ് ആണ്. ഇനി 2024 വാട്സപ്പിന്റെ ഡിസൈനിൽ വരാൻ പോകുന്ന മാറ്റമാണ് ഈ കാണുന്നത്. ഒരു പക്ഷേ ഈ ഒരു ഡിസൈന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം, ചിലർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടായിരിക്കാം വാട്സപ്പിന്റെ ഈ പുതിയൊരു ഡിസൈന്. അപ്പൊ ഇങ്ങനൊരു ഡിസൈൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളുടെ വാട്സപ്പ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈനിലാണ് റൺ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ നിങ്ങളുടെ വാട്സപ്പിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് വാട്സപ്പ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ലഭിക്കും. ആൻഡ്രോയിഡിലും ഐഫോണിലും ഏകദേശം ഒരേ ഡിസൈൻ ഒക്കെ തന്നെയാണ്, പക്ഷെങ്കിൽ ഇതിന്റെ തീമിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. വാട്സപ്പ് ഓഡിയോ കോൾ ചെയ്യാത്ത ആരും തന്നെ കാണത്തില്ല. നോർമൽ കോളിനേക്കാളും കൂടുതൽ ആളുകൾ വാട്സപ്പിലൂടെയുള്ള ഓഡിയോ കോൾ ആണ് ചെയ്യുന്നത്. വാട്സപ്പ് ഓഡിയോ കോൾ ബാർ എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് നമ്മളൊരു ഓഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോൾ ബാർ നമ്മുടെ ഫോണിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ ഫോണിന്റെ ടോപ്പിൽ ഇങ്ങനെ ഒരു കോൾ ബാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോർമലായിട്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഈ കോളും നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു നല്ല അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തതിനു ശേഷം വീഡിയോയുടെ താഴെ മറക്കാമെന്ന് കമന്റ് ചെയ്തേക്കാം. വാട്സപ്പിൽ നമ്മളൊരു കോൺടാക്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ആ കോൺടാക്ട് അങ്ങ് മറന്നു പോകും. അത് എന്തിനു വേണ്ടിയാണ് സേവ് ചെയ്തത്, ആരാണ്, എന്താണ് കാര്യം, ഒന്നും തന്നെ നമുക്ക് പിന്നീട് ഓർമ്മ കാണത്തില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ കുറേ അധികം ആളുകൾ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ നമുക്ക് അറിയാത്ത ആളുകൾ കാണും. ഈ ഒരു പ്രശ്നം വാട്സപ്പിന് മനസ്സിലായതുകൊണ്ട് വാട്സപ്പ് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവരികയാണ്, കോൺടാക്ട് നോട്ട്. അതായത് നമ്മൾ വാട്സപ്പിൽ ഒരാളുടെ നമ്പർ സേവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നോട്ട് എഴുതാനായിട്ട് സാധിക്കും. അതാരാണ്, എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തത്, എന്തുകൊണ്ടാണ് നമ്മൾ അവരുടെ നമ്പർ സേവ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്ക് സേവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കോൺടാക്റ്റിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ആ കോൺടാക്ട് ലിസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു കോൺടാക്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ നോട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റും, ഇന്ന കാര്യത്തിന് വേണ്ടി ഞാൻ കോൺടാക്ട് ചെയ്ത ആളാണിതെന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്, വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ്. കാരണം വേറൊന്നുമല്ല, പേഴ്സണലി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ കാര്യം എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ തന്നെ ഒരുപാട് ആളുകളുടെ നമ്പർ പേരും ഒക്കെ സേവ് ചെയ്തിട്ടുണ്ട്. അവരാരാന്ന് പോലും എനിക്കിപ്പം അറിയത്തില്ല. എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ സേവ് ചെയ്യുന്നതാണ്, പക്ഷേ നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ ആ കാര്യം അങ്ങ് മറന്നുപോകും.
അടുത്തായിട്ട് വാട്സപ്പിൽ ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു ടാബ് വരാനായിട്ട് പോവുകയാണ്. നമ്മൾ വാട്സപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം വാട്സപ്പിൽ 3 ടാബുകൾ കാണാൻ സാധിക്കും. 3 ടാബ് ഇല്ലായിരുന്നു, ഈ അടുത്ത സമയത്താണ് ഈ 3 ടാബുകൾ വന്നത്. അതായത് ഓൾ, അൺറീഡ്, ഗ്രൂപ്പ്സ്, ഈ 3 ടാബുകളാണ് ഇപ്പോൾ ഉള്ളത്. അതിനോടൊപ്പം തന്നെ ഫേവറേറ്റ് എന്ന് പറയുന്ന മറ്റൊരു ടാബോട് ആഡ് ആകാൻ പോവുകയാണ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ആരുമായിട്ടാണോ ചാറ്റ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ കോൾ ചെയ്യുന്ന ആരുമായിട്ടാണോ അവരുടെ കോൺടാക്ട് നമുക്ക് നേരെ ഈ ഫേവറേറ്റിൽ ആഡ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഒറ്റ ക്ലിക്കിൽ നമുക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഈ ഫേവറേറ്റിലൂടെ വാട്സപ്പ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളും വാട്സപ്പിൽ വരുന്നുണ്ട്. ചെറുതാണെങ്കിലും വാട്സപ്പ് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വാട്സപ്പിലൂടെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഗ്രൂപ്പുകളിലൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. വാട്സപ്പുമായി ബന്ധപ്പെട്ട ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കണ്ട, നമ്മൾ 500 ലൈക്കിന്റെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.